ശ്രീപത്മനാഭൻ, ഇതിലിപ്പോ തർക്കവിതർക്കങ്ങൾക്കപ്പുറത്ത് ഇവിടെ ജയ്ക്ക് സൂചിപ്പിച്ചതുപോലെ കോടിക്കണക്കിന് ആളുകൾ ചികിത്സ തേടുന്ന സംവിധാനമാണ് നമ്മുടെ സർക്കാർ ആശുപത്രികൾ. സ്വകാര്യ മെഡിക്കൽ സിസ്റ്റം ഇവിടെ വളരെ ഫ്ലറിഷിംഗ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. പക്ഷേ സാധാരണക്കാരനെ സംബന്ധിച്ച്, അത്താഴപ്പട്ടിണിക്കാരനെ സംബന്ധിച്ച് അവന് ആശ്രയം എന്ന് പറയുന്നത് ചികിത്സാ ചെലവ് സ്വകാര്യ മേഖലയിൽ താങ്ങാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് ഈ സർക്കാർ ആശുപത്രികളാണ്. ഇൻഷുറൻസിന്റെ സംവിധാനങ്ങളൊന്നും എല്ലാ ആളുകളിലേക്ക് എത്തിയിട്ടില്ലല്ലോ. സർക്കാർ ഇൻഷുറൻസിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അപ്പോൾ എങ്ങനെ സിസ്റ്റം കറക്റ്റ് ചെയ്യാം? ഈ സിസ്റ്റം അങ്ങോട്ട് തകർന്ന് തരിപ്പണമായി പോകണം എന്നുള്ളതിനപ്പുറത്ത് സിസ്റ്റം എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളതിന് വേണ്ട ഊന്നൽ കിട്ടാൻ. അല്ല, അത് ആരാ ചിന്തിക്കേണ്ടത്? ഞാനും നിങ്ങളുമാണോ ചിന്തിക്കേണ്ടത്? ഇത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരല്ലേ ചിന്തിക്കേണ്ടത്. അതിന് ഇവർക്ക് ഇതിൽ വിശ്വാസമുണ്ടോ? 2000-2001 കാലഘട്ടത്തിൽ അച്യുതാനന്ദന് അസുഖം വന്നപ്പോൾ ഇംഗ്ലണ്ടിലാണ് പോയത്. അന്ന് അദ്ദേഹം പറഞ്ഞെന്താ, എൻ്റെ തടി ഇവിടെ കൊടുക്കാൻ എനിക്ക് ധൈര്യം പോരാന്ന്. 2022 ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഹൂസ്റ്റണിലാണ് പോയത്. പിണറായി വിജയൻ മായോ ക്ലിനിക്കിലാണ് പോയത്. അപ്പോൾ ഇവർക്ക് തന്നെ വിശ്വാസമുണ്ടോ? ഇവർക്ക് തന്നെ ഇതിൽ വിശ്വാസമില്ല. നമുക്കിതിൽ വിശ്വാസമാണ്. എനിക്ക് അസുഖം വന്നാൽ ഞാൻ ഇവിടെ പോകുള്ളൂ, എന്നെക്കൊണ്ട് അത്രേ കൂട്ടിയാൽ കൂടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ ആദ്യം ഇതിലൊക്കെ വിശ്വസിക്കുക. സാധാരണക്കാരന് ഇതിൽ വിശ്വാസമാണ്. അപ്പോൾ ആ വിശ്വാസത്തെ രക്ഷിക്കാൻ ഇവിടെ കുറേ മാറ്റങ്ങൾ വരണം. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയിൽ ഒരുപാട് മാറ്റം കൊണ്ടുവരണം. സ്റ്റാഫ് വേണം, മറ്റ് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം. ഇതേ പറയുന്നുള്ളൂ. ഇത് പറയുമ്പോൾ അങ്ങ് അമേരിക്കത്തെ കാര്യവും നരേന്ദ്രമോദിയുടെ കാര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ബീഹാറിനോട് മത്സരിച്ച് ജയിച്ചാൽ നിങ്ങൾ ഭയങ്കരന്മാരാവുക എന്ന് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ അങ്ങനെ വിചാരിച്ചോളി. നിങ്ങൾ ബീഹാറിനോട് മത്സരിച്ച് ജയിച്ചിട്ട് നിങ്ങൾ ഭയങ്കരന്മാരാണ് എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഒന്നും പറയാനില്ല. പക്ഷെ അതൊന്നും അല്ല യാഥാർത്ഥ്യം. അപ്പോൾ കേരളത്തിൻ്റെ പൊതു ആരോഗ്യ രംഗം കുറേ വെല്ലുവിളികളെ നേരിടുന്നുണ്ട്. ആ പ്രശ്നം പരിഹരിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നിലവിലുള്ള പരിശ്രമങ്ങൾ പര്യാപ്തമല്ല. അതുകൊണ്ട് അത് പര്യാപ്തമായ രീതിയിൽ നടത്തണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. പറയുന്നതിന് നിങ്ങൾ അമേരിക്കയിലേക്കും മോഡിയുടെ അടുത്തേക്കും ആന്റണിയുടെ അടുത്തേക്കും ഒന്നും പോകണ്ട. അത്രയ്ക്കൊന്നും ദൂരം പോകണ്ട നിങ്ങൾ.